ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം കവിത ബിജു. ഇതെങ്ങോട്ടാണ് യാത്ര എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ നിങ്ങൾ? വേറെ എങ്ങോട്ടല്ല, നമ്മളെ തൊട്ട് താഴെ, അതായത് മമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ ഇന്ന് മുത്തപ്പൻ വെള്ളാട്ടമുണ്ട്. അപ്പോൾ മുത്തപ്പനെ കണ്ട് അനുഗ്രഹം വാങ്ങാനുള്ള യാത്രയാണ്. നടന്നു പോകുന്നവർക്ക് എളുപ്പമാണ് കേട്ടോ, 2 ചുവട് വെച്ചാൽ അവിടെ എത്തി. പക്ഷെ നമുക്ക് വീൽ ചെയറിൽ പോകുമ്പോൾ കുറച്ച് ദൂരം പോലെ തോന്നും. ഭയങ്കര ഇറക്കം കേട്ടോ, ഭയങ്കര കയറ്റമുള്ള, നടന്നു പോകുന്നവർക്ക് പോലും ഈ റോഡിലോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് എന്നെ ഇവർ കൊണ്ടുപോകുന്നത്. വളരെ സുരക്ഷിതമായി അവിടെ നിന്ന് കൈ വിട്ട് കഴിഞ്ഞാൽ ഞാനങ്ങ് താഴെ എത്തും. ഇപ്പോൾ എൻ്റെ ആയുസ് ഇവരുടെ കയ്യിലാണ്. ഭയങ്കര സുരക്ഷിതമായിട്ടാണ് കേട്ടോ അവർ കൊണ്ടുപോകുന്നത്. പെങ്ങളെ മക്കളാണ്, ഭയങ്കര കെയർ ചെയ്തിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ പുറത്തോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇവരാണ് എനിക്ക് ഹെൽപ്പിന് എന്നെ എടുത്ത് വീൽ ചെയറിൽ ഇരുത്താനും അങ്ങനെയൊക്കെ ഇവർ കൂടെ ഉണ്ടാവും. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇലക്ട്രിക് വീൽ ചെയർ. ഇലക്ട്രിക് വീൽ ചെയറിൻ്റെ നമുക്കിങ്ങനെ ആരുടെ സഹായം ഇല്ലാണ്ട് സ്വന്തമായിട്ട് പോകാൻ പറ്റും. ഒരുപാട് പ്രാവശ്യം പല പല സ്ഥലത്ത് ഞാൻ അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് വീൽ ചെയറിന് വേണ്ടിയിട്ട്. മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു, പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു, പല പല ലോട്ടറി ക്ലബ്ബുകാർ, അങ്ങനെ സംഘാടകർ, ഇങ്ങനെ എവിടേക്കൊക്കെയോ ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ചിലപ്പോഴൊക്കെ കിട്ടിയില്ല എന്ന് പറഞ്ഞ സംഭവം കിട്ടും എന്ന് പറഞ്ഞിട്ട് അടുപ്പിച്ചെത്തിയിട്ട് ഞാൻ ഭയങ്കര ആഗ്രഹിക്കും, അയ്യോ എൻ്റെ കയ്യിൽ കിട്ടിയ വീൽ ചെയർ കിട്ടുമല്ലോ കൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ ഒരു ഭയങ്കര നിരാശയായിരിക്കും കിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് ആ ഇലക്ട്രിക് വീൽ ചെയറിന് വേണ്ടിയിട്ട്. പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും കിട്ടും എന്നുള്ളൊരു ആഗ്രഹം. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൻ്റെ മണിച്ചിപ്പിൽ ഞാൻ ആരും കാണാതെ ആ ആഗ്രഹം ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എവിടുന്നെങ്കിലും അതെൻ്റെ കയ്യിലെത്തിപ്പെടുന്നൊരാഗ്രഹത്തിൽ. സ്വന്തമായിട്ട് നമുക്ക് മേടിക്കാനുള്ളത് സാമ്പത്തികമില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വീൽ ചെയർ എന്നെങ്കിലും നാളെ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കാം, അല്ല ആരെങ്കിലും നമുക്കത് എത്തിച്ച് തരും എന്നൊരു പ്രതീക്ഷയുണ്ട്. ഇതവിടുത്തെ ഫസ്റ്റ് ചടങ്ങ്. അവിടെ മുത്തപ്പന് വേണ്ടിയിട്ട് ചടങ്ങല്ല കേട്ടോ, മുത്തപ്പന് വേണ്ടിയിട്ട് അവർ തുളസിമാല കെട്ടുകയാണ്. മുത്തപ്പൻ്റെ കിരീടത്തിൽ വെക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് കെട്ടി ഞാൻ പോകുമ്പോൾ അവർ തുളസിമാല കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മുത്തപ്പനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം വെച്ചാൽ ആൾക്കാരുടെ ഇടയിൽ മുന്നിലൊക്കെ വന്ന് നിൽക്കുന്നത് കൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ മറിഞ്ഞ് കിട്ടുന്ന ഗ്യാപ്പിൽ ഞാൻ കുറച്ചിങ്ങനെ പിടിച്ചതേ ഉള്ളൂ. ക്ലിയർ ഉണ്ടാവുമെന്നറിയില്ല. അടുത്തുനിന്ന് അങ്ങനെ എൻ്റെ കൈ കൊണ്ട് എനിക്ക് കൈ പൊക്കിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ഞാൻ എടുത്ത കുറച്ച് ഭാഗങ്ങളാണ്. ഇതാണ് നമ്മളുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ, നമ്മൾ കണ്ണൂരുകാരുടെ സ്വകാര്യ അഹങ്കാരമായ നമ്മളുടെ പൊന്നു മുത്തപ്പൻ. പറശ്ശിനിക്കടവ് പോകാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ നടയിൽ പോയി അനുഗ്രഹം മേടിക്കാത്തവർ വളരെ കുറവായിരിക്കും. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അവിടെ എവിടെ നിന്നും കിട്ടാത്തൊരു നമുക്ക് നമ്മളെപ്പോലുള്ള വീൽ ചെയറിലുള്ള ആൾക്കാർക്കൊക്കെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സൗകര്യത്തോടു കൂടി നമുക്ക് അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മുത്തപ്പൻ തീരാറാവുമ്പോൾ മുത്തപ്പൻ അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി, അതായത് നമ്മൾ ഓരോരുത്തർ നേർച്ച കഴിപ്പിക്കുന്നതാണ് മുത്തപ്പൻ ഓരോ വീട്ടിലും. അപ്പോൾ അവർ നേർച്ച കഴിപ്പിക്കാൻ വേണ്ടി പിന്നെ ആ വീട്ടുകാർക്കൊക്കെ മുത്തപ്പന് കുറി കൊടുക്കുന്നതും പിന്നെ അനുഗ്രഹം കൊടുക്കുന്നതൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ്. അങ്ങനെ മുത്തപ്പൻ്റെ സമാപനം ലാസ്റ്റോട്ടായിട്ടോ. ഒരുപാട് വൈകി മുത്തപ്പൻ്റെ തീരാൻ വേണ്ടിയിട്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ ഒത്തിരി വൈകി. പിന്നെ എനിക്ക് മുത്തപ്പന് ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിട്ട് എനിക്ക് അനുഗ്രഹം തന്നു. മുത്തപ്പന് ഞാൻ കൊടുത്ത ദക്ഷിണ മുത്തപ്പൻ തിരിച്ചെൻ്റെ കയ്യിൽ തന്നിട്ട് സൂക്ഷിച്ച് വെക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ നിങ്ങളിൽ എത്തിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലുള്ള വീണ്ടും സാഹസികമായിട്ട് ഞാൻ സുരക്ഷിതമായി തന്നെ എൻ്റെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള യാത്രയിലാണ്. എന്തൊക്കെയോ ഒരു കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മുഖത്ത് ഭയം കണ്ടിട്ട് പേടിയാണ് എനിക്ക്. വീണ് കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ, മൊത്തം പൊളിഞ്ഞു പോയില്ലേ. ഒന്നാമത് 8-10 വീൽ ചെയറിന് ഒരു വീഴ്ചയോട് വീഴുന്നാൽ പിന്നെ ഞാനില്ല. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. എവിടെ പോകുമ്പോഴും ഞാനും ബിജുവേട്ടനും ഒന്നിച്ചായിരുന്നു. എല്ലാ ഫങ്ഷനും ഏത് പ്രോഗ്രാമിനും പോകുന്നത് നമ്മൾ ഒന്നിച്ചായിരുന്നു. പക്ഷേ അവിടെ എത്തിക്കഴിയുമ്പോൾ ഈ ഒരു ചിരി എൻ്റെ മുഖത്ത് വളരെ കുറവായിരിക്കും. കാരണം വെച്ചാൽ അവിടെ എത്തിക്കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്ത് ബിജുവേട്ടൻ കൂടെ ഇല്ലാത്തതുകൊണ്ട്. ബിജുവേട്ടന് ഹോസ്പിറ്റലിൽ പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണുള്ളത്, അതുകൊണ്ട് ബിജുവേട്ടൻ കൂടെ ഉണ്ടായിട്ടില്ല. ആ ഒരു കുറവ് ഭയങ്കരമായിരുന്നു. എല്ലാവരും എന്നോട് ബിജുവേട്ടനെ പറ്റി ചോദിച്ചു. എന്നുവെച്ചാൽ കാരണം നമ്മൾ എവിടെ പോകുമ്പോൾ ഒന്നിച്ചായിരിക്കും. ബിജുവേട്ടൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ പോകാൻ എൻജോയ് ചെയ്തത്. പക്ഷേ കൂടത്തിന് ആളുണ്ടല്ലോ, നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ്. അതെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കല്ല. എനിക്കത് ഏട്ടനില്ലാതെ എവിടെയും പോകാൻ സത്യത്തിൽ ഇഷ്ടമല്ല. ഇത് നമ്മൾ കുടുംബത്തിലായതുകൊണ്ട്, നമ്മളുടെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അങ്ങനെ ആ ഒരു ഇതിൽ പോയതാണ്. പിന്നെ മുത്തപ്പനും അല്ലേ, മുത്തപ്പനോട് നമ്മളെ സങ്കടങ്ങളൊക്കെ പറയണ്ടേ.
അങ്ങനെ നമ്മൾ വീട്ടിലോട്ടുള്ള കയറ്റമാണ്, ഭയങ്കര കയറ്റമാണ്. കുട്ടികൾ അവിടെ എത്തുമ്പോഴത്തേനും മടുത്തു പോയി എന്നെയും കൊണ്ട്. വെച്ചാൽ ഒരുപാട് ഉന്തി കയറ്റണം. നമുക്ക് ഭയങ്കര ഒരു കയറ്റമാണ്. ശരിക്കും പറഞ്ഞാൽ നടക്കുന്നവർക്കൊക്കെ ശ്വാസം മുട്ടും. നടന്ന് കുന്ന് കയറി അവിടെ എത്തുമ്പോഴേക്കും ശരിക്കും മടുത്തു പോകും. അതുപോലത്തെ യാത്രയാണ്, കയറ്റമാണ് കേട്ടോ. വീൽ ചെയറിലൊന്നും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ വണ്ടിക്ക് കാറിനൊക്കെ അല്ലേ യാത്ര, അങ്ങനെ കയറി പോകും. വീൽ ചെയർ വളരെ കുറവാണ്. ഞാൻ വീട്ടിലും വീൽ ചെയർ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. വീൽ ചെയറിൽ അധികം ഇരിക്കാറില്ല. കാരണം വെച്ചാൽ നിലത്താകുമ്പോൾ ഞാൻ നിരങ്ങിയിട്ടൊക്കെ അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും നിരങ്ങിയിട്ടാണ് എനിക്ക് കുറച്ചുകൂടി സൗകര്യം. ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ മാത്രമേ ഞാൻ വീൽ ചെയർ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോട് കൂടുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള ബെൽ ബട്ടണും കൂടി ഞെക്കിയിട്ട് എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. കമൻസിലൂടെയും ഒക്കെ നിങ്ങൾ എൻ്റെ വീഡിയോയെക്കുറിച്ച് ഇഷ്ടമാണെന്നുള്ളതൊക്കെ അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. ബെൽ ബട്ടൺ ഞെക്കാനും ആരും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മെസ്സേജ് അയക്കാനും എല്ലാം ആക്കണം. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.